ഹായ് ഓൾ, റീൻസ് സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലമുടി തന്നെയാണ്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് തന്നെയായാലും അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ ആഴ്ചയിലൊരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മുടെ തലയിൽ എണ്ണ തേക്കുക എന്നുള്ളതാണ്. അത് ആ എണ്ണ പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കറിവേപ്പില കൊണ്ട് തന്നെ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കറിവേപ്പില സൂക്ഷിക്കാനുള്ള ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കറിവേപ്പില നമ്മളിപ്പം വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെള്ളത്തുള്ളികൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലൊരു ടവൽ എടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ അംശങ്ങൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഏറ്റവും നല്ലത്. അതിലും വെള്ളം പാടില്ല, അതും വെള്ളമില്ലാതെ തുടച്ചെടുക്കണം. എന്നിട്ട് ഇതിലാണ് നമ്മൾ കറിവേപ്പിലയുടെ ഓരോ തണ്ടുകളായിട്ട് ഇട്ട് വയ്ക്കുക. ഇതിൻ്റെ ടോപ്പിലും വെള്ളം ഉണ്ടാവും, അതൊക്കെ തുടച്ച് മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഓരോരോ തണ്ടുകളായി ഇട്ട് വയ്ക്കുക. ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇട്ട് വെക്കുക വെച്ചാൽ അത്ര വലിയ ഇത് കിട്ടില്ല, ഇലകളൊക്കെ കൊഴിഞ്ഞു പോവും. അതേസമയത്ത് ഇതുപോലത്തുള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇട്ട് വെക്കുക എന്ന് വെച്ചാൽ ഇലകളൊന്നും കൊഴിഞ്ഞു പോവുകയില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി അടുത്തതായി ചെയ്യാനുള്ളത് പറഞ്ഞാൽ നമുക്ക് കറിവേപ്പില വെച്ചിട്ട് നമുക്ക് മുടിക്ക് നല്ല വെളിച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാം. അപ്പോൾ അതിനായി ഇതുപോലത്തെ ഇരുമ്പ് ചട്ടി എടുക്കുക, കാസ്റ്റ് അയൺ. അതാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കാൻ, അതായത് മുടിക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കാൻ ഇതാണ് ഏറ്റവും നല്ലത്, ഈ കാസ്റ്റ് അയണ്ടത്. അതിൽ 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചല്ലോ കറിവേപ്പില, അതിൽ നിന്ന് നമുക്ക് ഒരു കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നല്ലത്. ഇതുപോലെ ഇലകൾ മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ലതാണ്, മുടിക്ക് നല്ല കറുപ്പും കിട്ടും. ഇത് തേക്കേണ്ടത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിക്കണം. വീട്ടിലുള്ള കറിവേപ്പിലയും കൂടി ആണെങ്കിൽ വളരെ നല്ലതാണ്. ഈ കറിവേപ്പിലയുടെ ഇല ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ചെറിയൊരു തീയിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ആക്കിയെടുക്കാൻ. ഇതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുമുണ്ടല്ലോ, അത് കറിവേപ്പില ക്രിസ്പി ആയിട്ട് വരും. പിന്നെ അതിൻ്റെ ഈ വെളിച്ചെണ്ണയുടെ കളറും മാറി വരും. നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് തലയിൽ തേക്കാൻ. അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ അത് ലോ ഫ്ലെയിം ആക്കി, എന്നിട്ടും നമ്മളൊരു 10 മിനിറ്റോളം വെക്കണം. അപ്പോൾ ഒരു കളർ കണ്ടോ, കറിവേപ്പിലയുടെ വെളിച്ചെണ്ണയുടെ കളർ കണ്ടോ, അങ്ങനെ മാറി വരും. ഇനിയും കുറച്ചുകൂടി ആവാനുണ്ട്. ഏകദേശം എല്ലാം കൂടി ഒരു 10-20 മിനിറ്റ് എന്ത് തന്നെയായാലും വേണം. ആദ്യം 10 മിനിറ്റ് ഹൈ ഫ്ലെയിം, പിന്നെ ഈ ക്രിസ്പിനെസ് വരുമ്പോൾ ഉണ്ടല്ലോ പിന്നെ അത് ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് അപ്പോൾ ഈ ഒരു പച്ച കളറാണ് വരിക. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ബോട്ടിലിൽ തന്നെ ഇത് ഒഴിച്ച് വെക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ.
ഇതുപോലുള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽ വേണം എടുക്കാൻ. നനവ് തീരെ പാടില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഉൾവശം ഒന്ന് തുടച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ടോപ്പും അതുപോലെ തുടയ്ക്കണം. നനവ് തീരെ പാടില്ല ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ആക്കി വെച്ച എണ്ണ നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞു. അപ്പം നമുക്കിനി അതൊരു ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കറിവേപ്പില ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യ സംരക്ഷണത്തിന് നമുക്ക് ശരിക്കും നല്ലൊരു സ്ഥാനം തന്നെയാണ് ഈ കറിവേപ്പിലയെ കൊണ്ട് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ നമ്മുടെ ഈ തലമുടിയുടെ കാര്യത്തിൽ തന്നെ എന്താ ഈ ഒരു ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ. അത് മാത്രം ചെയ്താൽ മതി. പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ കിട്ടുന്ന കറിവേപ്പിലയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇത് തേക്കാന്ന് വെച്ചാൽ ഒന്നും വരുമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മുടെ പ്രകൃതിയാ ഉള്ള ഒരു എണ്ണയാണ്, നാച്ചുറലാണ്. അപ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ, അതായത് ടിപ്സോ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ തീരുമാനിച്ചിട്ടില്ല ഒന്നും. എന്തായാലും അടുത്ത് തന്നെ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ലവ് യു ഓൾ. ബൈ.